ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സൈലന്റ് ബി എസ് സിയുടെ വീക്കിലി കറണ്ട് അഫയർ സെക്ഷനിലോട്ട് സ്വാഗതം. അപ്പോൾ നമുക്ക് ഈ ആഴ്ചയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. നമ്മുടെ ആദ്യ ക്വസ്റ്റ്യൻ: ഇന്ത്യയിൽ മികച്ച ക്ഷയരോഗ നിവാരണ പ്രവർത്തനങ്ങൾക്ക് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിന്റെ പുരസ്കാരം ലഭിച്ച സംസ്ഥാനം ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ഈ പുരസ്കാരം 2022 കേരളത്തിന് ലഭിച്ചിരുന്നു. വീണ്ടും 2023 പുരസ്കാരം ലഭിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇന്ത്യയിൽ മികച്ച ക്ഷയരോഗ നിവാരണ പ്രവർത്തനങ്ങൾക്ക് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിന്റെ പുരസ്കാരം ലഭിച്ച സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? കേരളമാണ്. അപ്പൊ ക്ഷയരോഗ നിവാരണത്തിന് വേണ്ടി 2025 സംസ്ഥാനത്ത് പൂർണ്ണമായിട്ടും ക്ഷയരോഗം നിവാരണം ചെയ്യുവാനായിട്ട് കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് എന്റെ ക്ഷയരോഗ മുക്ത കേരളം. എന്റെ ക്ഷയരോഗ മുക്ത കേരളം. അപ്പൊ എന്റെ ക്ഷയരോഗമുക്ത കേരളം പദ്ധതിയുടെ ബ്രാൻഡ് അംബാസഡർ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നടൻ മോഹൻലാലാണ് ബ്രാൻഡ് അംബാസഡർ. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ഒരിക്കൽ കൂടി വായിക്കുന്നു. ഇന്ത്യയിൽ മികച്ച ക്ഷയരോഗ നിവാരണ പ്രവർത്തനങ്ങൾക്ക് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിന്റെ പുരസ്കാരം ലഭിച്ച സംസ്ഥാനം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? കേരളമാണ്. ഏത് പദ്ധതിയുടെ കീഴിലാണ്? എന്റെ ക്ഷയരോഗമുക്ത കേരളം പദ്ധതിയുടെ കീഴിലാണ്. 2025 കൂടി പൂർണ്ണമായിട്ടും ക്ഷയരോഗം നിവാരണം ചെയ്യുക എന്ന പദ്ധതിയാണ്. ആരാണ് ബ്രാൻഡ് അംബാസഡർ എന്ന് ചോദിച്ചാൽ ആരാണ്? മോഹൻലാലാണ് ബ്രാൻഡ് അംബാസഡർ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഒരു വേദിയാണ്. ക്ഷീരവികസന വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന സംസ്ഥാന ക്ഷീരകർഷക സംഗമത്തിന് വേദി. അപ്പോൾ 2024 നടക്കുന്ന ക്ഷീരവികസന വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന സംസ്ഥാന ക്ഷീരകർഷക സംഗമത്തിന്റെ വേദി ചോദിച്ചു കഴിഞ്ഞാൽ ഇടുക്കി ജില്ലയിലാണ് വേദി. ഈ പദ്ധതി ഇതിന്റെ വേദി ഇടുക്കി ജില്ലയിലാണ്. ഇതാണ് പടവ് 2024 എന്ന പേരിലാണ് എന്ത് ചെയ്യുന്നത്? ക്ഷീരവികസന പദ്ധതി പടവ് 2024 പദ്ധതിയാണ് ഇടുക്കിയിൽ നടപ്പിലാക്കാൻ പോകുന്നത്. അപ്പോൾ വേദി എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ്? അത് ഇടുക്കിയിലാണ്. അപ്പോൾ 2024 നടക്കുന്ന പടവ് 2024 എന്തിന്റെയാണ്? അത് ക്ഷീരവികസന വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന സംസ്ഥാന ക്ഷീരകർഷക സംഗമമാണ് പടവ് 2024. വേദി മറക്കണ്ട, ഇടുക്കി ജില്ലയിലാണ്. ഇനി നമുക്ക് ഈ ആഴ്ചയിലെ പ്രധാന ഒരു ആനുകാലികമാണ് സ്വരാജ് ട്രോഫി. മികച്ച തദ്ദേശീയ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കെല്ലാം നൽകുന്നതാണ് സ്വരാജ് ട്രോഫി. നമുക്ക് സ്വരാജ് ട്രോഫി 2022-2023 സ്വരാജ് ട്രോഫി ഏതിനൊക്കെ കിട്ടി, ഏതൊക്കെ ജില്ലകൾക്കാണ്, ഏതൊക്കെ ഗ്രാമപഞ്ചായത്തിനാണ് നമുക്ക് നോക്കാം. അതിലൊന്ന് ജില്ലാ പഞ്ചായത്താണ്. സ്വരാജ് ട്രോഫി സമ്മാന തുകയുണ്ട്. ഒന്നാം സ്ഥാനത്തിന് 50 ലക്ഷം രൂപയും രണ്ടാം സ്ഥാനത്തിന് 40 ലക്ഷം രൂപയാണ് നൽകുന്നത്. മൂന്നാം സ്ഥാനം 30 ലക്ഷം അങ്ങനെ പോവുകയാണ്. അപ്പോൾ ജില്ലാ പഞ്ചായത്ത് സ്വരാജ് ട്രോഫി 2022-2023 മികച്ച ജില്ലാ പഞ്ചായത്ത് ഒന്നാം സ്ഥാനം നേടിയിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്താണ്. അപ്പോൾ ഒന്നാം സ്ഥാനം ജില്ലാ പഞ്ചായത്തിൽ ആർക്ക് കിട്ടിയെന്ന് ചോദിച്ചാൽ ആർക്കാണ്? തിരുവനന്തപുരത്തിന്. രണ്ടാം സ്ഥാനം നേടിയിരിക്കുന്നത് കൊല്ലത്തിനാണ്. അപ്പോൾ 2022-2023 സ്വരാജ് ട്രോഫി മികച്ച ജില്ലാ പഞ്ചായത്തായിട്ട് തിരഞ്ഞെടുത്ത ഏതാണ്? തിരുവനന്തപുരമാണ്. രണ്ടാം സ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? കൊല്ലം ജില്ലയിലാണ്. ഇനി മികച്ച ബ്ലോക്ക് പഞ്ചായത്തായിട്ട് ഒന്നാം സ്ഥാനം ഇവിടെ 3 ബ്ലോക്ക് പഞ്ചായത്തിന് ലഭിച്ചിരിക്കുകയാണ്. ഒന്നാം സ്ഥാനം 3 ബ്ലോക്ക് പഞ്ചായത്തിന് ലഭിച്ചിരിക്കുകയാണ്. അപ്പൊ ഈ ഒന്നാം സ്ഥാനം 3 ബ്ലോക്ക് പഞ്ചായത്ത് ആയതുകൊണ്ട് ഈ കിട്ടുന്ന തുക എന്ത് ചെയ്യണം? ഈ 3 ബ്ലോക്ക് പഞ്ചായത്ത് ഒരുമിച്ച് വീതിച്ച് എടുക്കേണ്ടി വരും. അതിൽ ഒന്നാം സ്ഥാനം നീലേശ്വരത്തിനാണ്. നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിനും പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്തിനും വൈക്കം ബ്ലോക്ക് പഞ്ചായത്തിനുമാണ്. നീലേശ്വരം നമുക്കറിയാം കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരമാണ് കാസർഗോഡ് ജില്ല. പെരുമ്പടപ്പ് മലപ്പുറത്താണ്, മലപ്പുറം. വൈക്കം കോട്ടയം. അപ്പൊ ബ്ലോക്ക് പഞ്ചായത്തിൽ ഒന്നാം സ്ഥാനം നേടിയിരിക്കുന്നത് നീലേശ്വരം, ഒപ്പം പെരുമ്പടപ്പും വൈക്കവുമാണ്. നീലേശ്വരം ഏത് ജില്ലയാണ്? കാസർഗോഡ് ജില്ല. പെരുമ്പടപ്പ് ചോദിക്കുകയാണെങ്കിൽ മലപ്പുറം ജില്ലയാണ്. വൈക്കം ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ്? കോട്ടയം ജില്ലയിലാണ്. ഇനി സ്വരാജ് ട്രോഫി ഗ്രാമപഞ്ചായത്തിൽ. അപ്പൊ ഗ്രാമപഞ്ചായത്ത് ഒന്നാം സ്ഥാനം നേടിയ ഗ്രാമപഞ്ചായത്ത് ചോദിക്കുകയാണെങ്കിൽ വലിയ പറമ്പയാണ് ഒന്നാം സ്ഥാനം നേടിയ ഗ്രാമപഞ്ചായത്ത്, വലിയ പറമ്പ്. രണ്ടാം സ്ഥാനം നേടിയത് മുട്ടാറാണ്. രണ്ടാം സ്ഥാനം നേടിയിരിക്കുന്ന ഗ്രാമപഞ്ചായത്ത് മുട്ടാറാണ്. ഇനി വലിയ പറമ്പ് ഏത് ജില്ലയിലെന്ന് ചോദിച്ചാൽ ഏതാണ്? അത് കാസർഗോഡ് ജില്ലയെ തന്നെയാണ്. വലിയ പറമ്പ് ഏത് ജില്ലയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? കാസർഗോഡ് ജില്ലയിലും. മുട്ടാർ ഏത് ജില്ലയിലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ആലപ്പുഴയിലുമാണ്. ആലപ്പുഴയിലാണ് മുട്ടാർ. ഏത് ജില്ലയിലാണ്? ആലപ്പുഴ ജില്ലയിലെ ഗ്രാമപഞ്ചായത്താണ് മുട്ടാർ. അപ്പൊ ഈ 3 കാര്യങ്ങൾ ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു.
സ്വരാജ് ട്രോഫി 2022-2023 ജില്ലാ പഞ്ചായത്തിൽ 1ാം സ്ഥാനം നേടിയിരിക്കുന്നത് തിരുവനന്തപുരം, 2ാം സ്ഥാനം നേടിയത് കൊല്ലമാണ്. ബ്ലോക്ക് പഞ്ചായത്ത് 1ാം സ്ഥാനം 3 ബ്ലോക്ക് പഞ്ചായത്തിന് കൊടുത്തിരിക്കുകയാണ്. നീലേശ്വരം, പെരുമ്പടപ്പ്, വൈക്കം. നീലേശ്വരം കാസർഗോഡ്, പെരുമ്പടപ്പ് ചോദിക്കുകയാണെങ്കിൽ മലപ്പുറത്താണ്, വൈക്കം കോട്ടയത്താണ്. ഗ്രാമപഞ്ചായത്തിൽ 1ാം സ്ഥാനം നേടിയത് വലിയ പറമ്പയാണ്, വലിയ പറമ്പ് കാസർഗോഡും. അതിൽ 2ാം സ്ഥാനം നേടിയിരിക്കുന്നത് മുട്ടാറാണ്. മുട്ടാർ ഈ ജില്ലയിലാണ്, ആലപ്പുഴ ജില്ലയിലാണ്. മുട്ടാർ ആലപ്പുഴ ജില്ലയിലാണ്. ഇനി ഇതാ നോക്കിക്കോളൂ, മുനിസിപ്പാലിറ്റി 2022-2023 മികച്ച മുനിസിപ്പാലിറ്റി 1ാം സ്ഥാനം നേടിയത് ഗുരുവായൂരും 2ാം സ്ഥാനം നേടിയത് വടക്കാഞ്ചേരിയുമാണ്. അപ്പോൾ 1ാം സ്ഥാനം നേടിയ മുനിസിപ്പാലിറ്റി ചോദിക്കണമെങ്കിൽ ഏതാണ്? ഗുരുവായൂർ മുനിസിപ്പാലിറ്റി. 2ാം സ്ഥാനം നേടിയത് വടക്കാഞ്ചേരിയാണ്. ഇത് രണ്ടും ഏത് ജില്ലയിൽ തന്നെയാണ്? തൃശ്ശൂർ ജില്ലയിലാണ് രണ്ടും, അല്ലേ? അപ്പൊ സ്വരാജ് ട്രോഫി 1ാം സ്ഥാനം നേടിയ മുനിസിപ്പൽ കോർപ്പറേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ 1ാം സ്ഥാനം നേടിയ മുനിസിപ്പൽ കോർപ്പറേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? അത് തിരുവനന്തപുരമാണ്. 1ാം സ്ഥാനം നേടിയ മുനിസിപ്പൽ കോർപ്പറേഷൻ ഏതാണ്? അത് തിരുവനന്തപുരമാണ്. അപ്പൊ മുനിസിപ്പാലിറ്റി 1ാം സ്ഥാനം ഗുരുവായൂരും 2ാം സ്ഥാനം വടക്കാഞ്ചേരി. ഇത് രണ്ടും ഏത് ജില്ലയിൽ തന്നെയാണ്? തൃശ്ശൂർ ജില്ലയിലാണ്. ഇനി മുനിസിപ്പൽ കോർപ്പറേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? അത് തിരുവനന്തപുരത്തിനാണ്. മുനിസിപ്പൽ കോർപ്പറേഷൻ തിരുവനന്തപുരത്തിനാണ്. ഇനി നാം നോക്കിക്കോളൂ, ഇതുമായി ബന്ധപ്പെട്ട് നൽകുന്നതാണ് മഹാത്മാ പുരസ്കാരവും മഹാത്മാ അയ്യങ്കാളി പുരസ്കാരവും, അല്ലെ? ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് മേഖലയിലെ പ്രവർത്തനങ്ങൾക്ക് നൽകുന്നതാണ് മഹാത്മാ പുരസ്കാരം. ഗ്രാമീണ മേഖലയിലെ തൊഴിലുറപ്പിനാണ് മഹാത്മാ പുരസ്കാരം. മഹാത്മാ പുരസ്കാരം 2022-2023 മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അത് പെരിങ്ങരവിളയാണ് 1ാം സ്ഥാനം. അപ്പോൾ 1ാം സ്ഥാനം നേടിയ ബ്ലോക്ക് പഞ്ചായത്ത് ചോദിക്കുകയാണെങ്കിൽ പെരിങ്ങരവിള, 2ാം സ്ഥാനം നേടിയ ബ്ലോക്ക് പഞ്ചായത്ത് ചോദിക്കുകയാണെങ്കിൽ അട്ടപ്പാടിയാണ്. പെരിങ്ങരവിള ബ്ലോക്ക് പഞ്ചായത്ത് തിരുവനന്തപുരം ജില്ലയിലെയാണ്. അട്ടപ്പാടി നമുക്കറിയാം എവിടെയാണ്? പാലക്കാട് ജില്ലയിലാണ് അട്ടപ്പാടി സ്ഥിതി ചെയ്യുന്നത്, അല്ലെ? അപ്പോൾ മഹാത്മാ പുരസ്കാരം 2022-2023 മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? പെരിങ്ങരവിള. 2ാം സ്ഥാനം നേടിയത് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അട്ടപ്പാടിയാണ്. പെരിങ്ങരവിള ഏത് ജില്ലയിലാണ്? തിരുവനന്തപുരം. അട്ടപ്പാടി ഏത് ജില്ലയിലാണ്? പാലക്കാട് ജില്ല. ഇനി മികച്ച ഗ്രാമപഞ്ചായത്തിൽ 1ാം സ്ഥാനം 2 ഗ്രാമപഞ്ചായത്തുകൾ നേടിയിരിക്കുകയാണ്. 1ാം സ്ഥാനം നേടിയ ഗ്രാമപഞ്ചായത്ത് ഒന്ന് വെള്ളർട, മറ്റൊന്ന് എടപ്പാളാണ്. വെള്ളർടയും എടപ്പാൾ. വെള്ളർട തിരുവനന്തപുരം ജില്ലയിലും എടപ്പാൾ മലപ്പുറം ജില്ലയിലുമാണ്. എടപ്പാൾ. അപ്പോൾ വെള്ളർട ഏത് ജില്ലയിലാണ് 1ാം സ്ഥാനം? അത് തിരുവനന്തപുരം. 1ാം സ്ഥാനം നേടിയ മറ്റൊരു ഗ്രാമപഞ്ചായത്തുണ്ട് എടപ്പാൾ. എടപ്പാൾ എവിടെയെന്ന് ചോദിച്ചാൽ എവിടെയാണ്? അത് മലപ്പുറം ജില്ലയിലാണ്. ഇനി 2ാം സ്ഥാനം മികച്ച ഗ്രാമപഞ്ചായത്തിന്റെ 2ാം സ്ഥാനം നേടിയിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കള്ളിക്കാടിനാണ്. തിരുവനന്തപുരം ജില്ലയിലെ കള്ളിക്കാടിനാണ് 2ാം സ്ഥാനം നേടിയിരിക്കുന്നത്. അപ്പോൾ മഹാത്മാ പുരസ്കാരം 2022-2023 മികച്ച ബ്ലോക്ക് പഞ്ചായത്തിൽ 1ാം സ്ഥാനം നേടിയത് പെരിങ്ങരവിള, 2ാം സ്ഥാനം നേടിയത് അട്ടപ്പാടി. മികച്ച ഗ്രാമപഞ്ചായത്തിൽ 2 ഗ്രാമപഞ്ചായത്താണ്, ഒന്ന് വെള്ളർട, മറ്റൊന്ന് എടപ്പാൾ. വെള്ളർട തിരുവനന്തപുരം ജില്ലയിലാണ്, എടപ്പാൾ മലപ്പുറം ജില്ലയിലാണ്. ഇനി 2ാം സ്ഥാനം മികച്ച ഗ്രാമപഞ്ചായത്തിൽ ആർക്ക് ലഭിച്ചിരിക്കുകയാണ്? കള്ളിക്കാടിനാണ്. കള്ളിക്കാട് എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലാണ് കള്ളിക്കാട്. ഇനി നാം നോക്കിക്കോളൂ, മഹാത്മാ അയ്യങ്കാളി പുരസ്കാരം, അല്ലെ? നഗരപ്രദേശങ്ങളിലെ മേഖലകൾക്കാണ് മഹാത്മാ അയ്യങ്കാളി പുരസ്കാരം നൽകുന്നത്. മഹാത്മാ അയ്യങ്കാളി പുരസ്കാരം 2022-2023 മികച്ച കോർപ്പറേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ 1ാം സ്ഥാനം കൊല്ലം കോർപ്പറേഷനാണ്. അപ്പോൾ 1ാം സ്ഥാനം നേടിയ കോർപ്പറേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? അത് കൊല്ലം. ഇനി മികച്ച മുനിസിപ്പാലിറ്റി ആയിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് 1ാം സ്ഥാനം വടക്കാഞ്ചേരി, 2ാം സ്ഥാനം വൈക്കമാണ്. അപ്പോൾ മഹാത്മാ അയ്യങ്കാളി പുരസ്കാരം 2022-2023 മികച്ച കോർപ്പറേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? അതിൽ 1ാം സ്ഥാനം കൊല്ലത്തിനാണ്. മികച്ച മുനിസിപ്പാലിറ്റി 1ാം സ്ഥാനം നേടിയിരിക്കുന്നത് വടക്കാഞ്ചേരി, 2ാം സ്ഥാനം നേടിയിരിക്കുന്നത് വൈക്കം. വടക്കാഞ്ചേരി നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു തൃശ്ശൂർ ജില്ലയിലാണ് വടക്കാഞ്ചേരി. വൈക്കം എവിടെയാണ്? അത് കോട്ടയത്താണ്. വൈക്കം ഏത് ജില്ല? കോട്ടയത്താണ്. അപ്പോൾ സ്വരാജ് ട്രോഫി 2022-2023 നന്നായിട്ട് അറിഞ്ഞിരിക്കുക. തീർച്ചയായിട്ടും നമ്മളോട് എന്ത് ചെയ്യാം? 1 മാർക്കിന് ചോദിക്കാവുന്നതാണ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനോട്ട് പ്രവേശിക്കാം. സംസ്ഥാനത്തെ ആദ്യ സൗജന്യ വൈഫൈ പാർക്ക് നിലവിൽ വരുന്നതാണ്. സംസ്ഥാനത്തെ ആദ്യത്തെ സൗജന്യ വൈഫൈ പാർക്ക് നിലവിൽ വന്നത് എവിടെയാണ്? മാനാഞ്ചിറയിലാണ്. മാനാഞ്ചിറ ഏത് ജില്ലയിലെന്ന് നമുക്കറിയാം, കോഴിക്കോട് ജില്ലയിലാണ് മാനാഞ്ചിറ. അപ്പോൾ സംസ്ഥാനത്ത് ആദ്യമായിട്ട് വൈഫൈ പാർക്ക് നിലവിൽ വന്നത് എവിടെയാണ്? കോഴിക്കോട് ജില്ലയിലെ മാനാഞ്ചിറയിലാണ്. ഇനി മറ്റൊരു പുരസ്കാരമാണ്. കേന്ദ്ര സർക്കാർ രാജ്യവ്യാപകമായി ഏർപ്പെടുത്തിയ കുടുംബ സുരക്ഷ 2023 പദ്ധതി പൂർത്തീകരിച്ച
രാജ്യത്തെ ആദ്യ ജില്ല ഏതെന്നാണ് ക്വസ്റ്റ്യൻ. രാജ്യത്തെ ആദ്യ ജില്ല ഏതെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ കേന്ദ്ര സർക്കാർ രാജ്യവ്യാപകമായി ഏർപ്പെടുത്തിയ കുടുംബ സുരക്ഷ 2023 പദ്ധതി പൂർത്തീകരിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? വയനാട് ജില്ലയിലാണ്. വയനാട് ജില്ല. ഓക്കെ. ഇനി ഇത് പദ്ധതി പൂർത്തീകരിച്ച വയനാട്ടിലെ ആദ്യത്തെ ഗ്രാമപഞ്ചായത്ത്, ഈ പദ്ധതി പൂർത്തീകരിച്ച വയനാട്ടിലെ ആദ്യ ഗ്രാമപഞ്ചായത്ത് ചോദിക്കുകയാണെങ്കിൽ തരിയോട് ഗ്രാമപഞ്ചായത്താണ്. തരിയോട് ഗ്രാമപഞ്ചായത്താണ്. കുടുംബ സുരക്ഷാ പദ്ധതി 2023 പൂർത്തീകരിച്ച കേരളത്തിലെ തന്നെ ആദ്യ ഗ്രാമപഞ്ചായത്ത്, വയനാട്ടിലെ തന്നെ ആദ്യ ഗ്രാമപഞ്ചായത്ത് ചോദിച്ചാൽ ഏതാണ്? അത് തരിയോട് ഗ്രാമപഞ്ചായത്താണ്. അത് വയനാട്ടിലാണ്. അപ്പൊ കേന്ദ്ര സർക്കാർ രാജ്യവ്യാപകമായി ഏർപ്പെടുത്തിയ കുടുംബ സുരക്ഷ 2023 പദ്ധതി പൂർത്തീകരിച്ച രാജ്യത്തെ ആദ്യ ജില്ല ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? അത് വയനാട് ജില്ലയും. ആദ്യ ഗ്രാമപഞ്ചായത്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? അത് തരിയോട് ഗ്രാമപഞ്ചായത്ത്. എവിടെ തന്നെയാണ്? അതും വയനാട് ജില്ലയിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയിൽ ആദ്യമായി ഹരിത ഹൈഡ്രജൻ പ്ലാന്റ് സ്ഥാപിക്കാൻ ഒരുങ്ങുന്ന വിമാനത്താവളം ഏതെന്നാണ്? അല്ലെ, അപ്പൊ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് ഹരിത ഹൈഡ്രജൻ പ്ലാന്റ് സ്ഥാപിക്കാൻ ഒരുങ്ങുന്ന വിമാനത്താവളം ചോദിക്കുകയാണെങ്കിൽ സിയാലാണ്. അല്ലെ, സിയാൽ നമുക്കറിയാം കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ് ആണ് സിയാൽ. അല്ലെ, നെടുമ്പാശ്ശേരിയിലുള്ള സിയാലാണ്. അല്ലെ, സിയാൽ നമുക്ക് മുന്നേ PSC ക്വസ്റ്റ്യൻ ഉണ്ടായിട്ടുണ്ട്. അല്ലെ, സ്വകാര്യ പങ്കാളിത്തത്തോടെ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ വിമാനത്താവളം കൂടിയാണ് സിയാല്. പിന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, പൂർണ്ണമായിട്ടും സോളാറിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ വിമാനത്താവളമാണ് സിയാൽ. അല്ലെ, എന്നാൽ പൂർണ്ണമായിട്ടും എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കീഴിൽ സോളാറിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യ വിമാനത്താവളം ചോദിച്ചു കഴിഞ്ഞാൽ അത് പുതുച്ചേരിയാണ്. കാരണം സിയാൽ സ്വകാര്യ പങ്കാളിത്തത്തോടെ കൂടിയാണ് പ്രവർത്തിക്കുന്നത്. പക്ഷേ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കീഴിൽ പൂർണ്ണമായിട്ടും സോളാറിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യ വിമാനത്താവളം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? അത് പുതുച്ചേരി ഇന്റർനാഷണൽ എയർപോർട്ടാണ്. അപ്പൊ ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഇന്ത്യയിൽ ആദ്യമായിട്ട് ഹരിത ഹൈഡ്രജൻ പ്ലാന്റ് സ്ഥാപിക്കാൻ ഒരുങ്ങുന്ന വിമാനത്താവളം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? അത് നെടുമ്പാശ്ശേരി വിമാനത്താവളം ഏതാണ്? സിയാലാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. 2024 തദ്ദേശീയ ദിനാഘോഷ വേദി എവിടെയെന്നാണ്? 2024 തദ്ദേശീയ ദിനാഘോഷ വേദി ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ്? കൊട്ടാരക്കരയാണ് വേദി. 2024 എവിടെയാണ്? കൊട്ടാരക്കര. 2023 എവിടെയെന്ന് ചോദിച്ചാൽ തൃത്താലയിലാണ്. 2023 പാലക്കാടിലെ തൃത്താലയിലാണ് ഇത് വേദിയായത്. അപ്പൊ 2024 തദ്ദേശീയ ദിനാഘോഷ വേദി ചോദിച്ചു കഴിഞ്ഞാൽ കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയിലാണ് നടക്കുന്നത്. ഇനി നായിക്കുള്ളൂ മറ്റൊരു വേദിയാണ് ട്രാൻസ്ജെൻഡർ ഫെസ്റ്റ് സംസ്ഥാന കലോത്സവം 2024 വേദി. ട്രാൻസ്ജെൻഡേഴ്സ് ഫെസ്റ്റ് സംസ്ഥാന കലോത്സവം 2024 വേദി ചോദിച്ചാൽ ഏത് ജില്ലയാണ്? തൃശ്ശൂരാണ്. അപ്പോൾ ട്രാൻസ്ജെൻഡേഴ്സ് ഫെസ്റ്റിവൽ അറിയപ്പെടുന്ന 2024 ഏതാണ്? വർണ്ണപ്പകിട്ട് 2024 എന്ന പേരിലാണ് ഇവരുടെ ഫെസ്റ്റിവൽ അറിയപ്പെടുന്നത്. വർണ്ണപ്പകിട്ട് 2024 വേദി എവിടെയെന്ന് ചോദിച്ചാൽ എവിടെയാണ്? തൃശ്ശൂരാണ് വേദി. ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുക? ഒന്ന് ഓർത്തിരിക്കുക. അടുത്ത നോക്കിക്കോളൂ. ഒരു പുരസ്കാരമാണ് മാതൃഭൂമി ബുക്ക് ഓഫ് ദ ഇയർ പുരസ്കാരം 2024 ലഭിച്ചത് ആർക്ക് എന്നാണ്? മാതൃഭൂമി ബുക്ക് ഓഫ് ദി ഇയർ പുരസ്കാരം 2024 ലഭിച്ചത് ദേവിക റഗേക്കാണ്. ദേവിക റഗേ എന്ന് പറഞ്ഞ എഴുത്തുകാരിക്കാണ്. ഏതാണ് കൃതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്വാർട്ടർ ലൈഫ് എ നോവൽ എന്ന് പറയുന്നതാണ്. ക്വാർട്ടർ ലൈഫ് എ നോവൽ എന്ന് പറയുന്ന കൃതിയാണ്. സമ്മാന തുക എത്ര ലക്ഷം? 2 ലക്ഷം രൂപയാണ് ഇതിന്റെ സമ്മാന തുകയായിട്ട് വരുന്നത്. 2 ലക്ഷം രൂപയാണ്. 2023 ആർക്ക് ലഭിച്ചു എന്ന് ചോദിച്ചാൽ ആർക്കാണ്? പെഗ്ഗി മോഹനാണ്. 2023 ലഭിച്ചത് പെഗ്ഗി മോഹനാണ്. അപ്പൊ മാതൃഭൂമി ബുക്ക് ഓഫ് ദ ഇയർ പുരസ്കാരം 2024 ആർക്ക് ലഭിച്ചു? അത് ദേവിക റഗേ. ഏതാണ് കൃതി? ക്വാർട്ടർ ലൈഫ് എന്ന് പറയുന്ന കൃതിക്കാണ് അവർക്ക് ലഭിച്ചിരിക്കുന്നത്. ഇനി വീണ്ടും ഒരു പുരസ്കാരമാണ് 2024 പൂന്താനം സ്മാരക പുരസ്കാരം. 2024 പൂന്താനം സ്മാരക പുരസ്കാരം ലഭിച്ച വ്യക്തി ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ശ്രീകുമാരൻ തമ്പിയാണ്. അല്ലെ, 47ാമത് വയലാർ പുരസ്കാര ജേതാവും കൂടിയാണ് ശ്രീകുമാരൻ തമ്പി. അപ്പൊ 2024 പൂന്താനം സ്മാരക പുരസ്കാരം സമഗ്ര സംഭാവനയാണ്. പൂന്താനം സ്മാരക പുരസ്കാരം ഇത് ശ്രീകുമാരൻ തമ്പിക്ക് ലഭിച്ചിരിക്കുന്നത്. എന്നാൽ പൂന്താനം സ്മാരക പുരസ്കാരത്തിൽ യുവ പ്രതിഭാ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് M ജീവേഷിനാണ്. യുവ പ്രതിഭാ പുരസ്കാരം ലഭിച്ച വ്യക്തി ചോദിക്കുകയാണെങ്കിൽ ആരാണ്? M ജീവേഷ് ആണ്. അദ്ദേഹത്തിന്റെ ഒരു കവിതയ്ക്കാണ് എന്ത് ചെയ്യുന്നത്? ഇപ്രാവശ്യത്തെ പുരസ്കാരം കൊടുത്തിരിക്കുന്നത്. എന്റെ പ്രണയ കവിതകൾ എന്ന് പറയുന്ന കവിതയാണ്. എന്റെ പ്രണയ കവിതകൾ. നമ്മളോട് ചോദിക്കാം എന്റെ പ്രണയ കവിതകൾ ആരെഴുതി എന്ന് ചോദിച്ചാൽ M ജീവേഷ് എഴുതിയ കവിതയാണ് എന്റെ പ്രണയ കവിതകൾ.
2024 പൂന്താനം സ്മാരക പുരസ്കാരത്തിൽ യുവ പ്രതിഭാ പുരസ്കാരം ലഭിച്ച വ്യക്തിയാണ് എം ജീവേഷ്. ഏതാണ് കൃതി? എന്റെ പ്രണയ കവിതകൾ എന്ന് പറയുന്ന കവിതയ്ക്കാണ്. എന്നാൽ സമഗ്ര സംഭാവന ആർക്ക് ലഭിച്ചിരിക്കുകയാണ്? അത് ശ്രീകുമാരൻ തമ്പിയാണ്. ഓർക്കുക, 47ാമത് വയലാർ പുരസ്കാര ജേതാവും കൂടിയാണ് ശ്രീകുമാരൻ തമ്പി. കൃതി നമ്മൾ പഠിച്ചതാണ്, ജീവിതം ഒരു പെൻഡുലം എന്ന് പറയുന്ന ആത്മകഥയ്ക്കാണ് അദ്ദേഹത്തിന് എന്ത് ചെയ്യുന്നത്? 47ാമത് വയലാർ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. അടുത്ത ദിവസം നോക്കിക്കോളൂ, 2024 PJ ആന്റണി പുരസ്കാരം ലഭിച്ച വ്യക്തി ആരെന്നാണ് അല്ലെ? ഈ 2024 PJ ആന്റണി പുരസ്കാരം ലഭിച്ച വ്യക്തി ചോദിക്കുകയാണെങ്കിൽ കരിവള്ളൂർ മുരളിയാണ്. കരിവള്ളൂർ മുരളി നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കണം. നിലവില് കേരള സംഗീത നാടക അക്കാദമിയുടെ സെക്രട്ടറിയാണ് അല്ലെ? കേരള സംഗീത നാടക അക്കാദമിയുടെ നിലവിലെ സെക്രട്ടറിയാണ് കരിവള്ളൂർ മുരളി. അപ്പോൾ നിലവിലെ കേരള സംഗീത നാടക അക്കാദമിയുടെ നിലവിലെ ചെയർമാൻ ചോദിക്കുകയാണെങ്കിൽ മട്ടന്നൂർ ശങ്കരൻകുട്ടിയാണ്. അപ്പോൾ 2024 PJ ആന്റണി പുരസ്കാരം, PJ ആന്റണി നമുക്കറിയാം അല്ലെ? 1973 മികച്ച നടനുള്ള 1973 മികച്ച നടനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം, മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ച വ്യക്തിയാണ് PJ ആന്റണി. 74 മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ച വ്യക്തിയും കൂടിയാണ് PJ ആന്റണി. 1974 ചിത്രം ഒന്ന് തന്നെയാണ്. ഏതാണ്? നിർമാല്യം എന്ന് പറയുന്ന സിനിമയ്ക്കാണ്. 73 സംസ്ഥാന പുരസ്കാരവും 74 എന്തിനാണ്? ദേശീയ പുരസ്കാരം. എന്തിനാണ്? മികച്ച നടനുള്ളതാണ് ആർക്ക് ലഭിക്കുന്നത്? PJ ആന്റണിക്ക്. സിനിമ നിർമാല്യം എന്ന് പറയുന്ന സിനിമയ്ക്കാണ്. അപ്പൊ ഇവിടെ എന്താ 2024 PJ ആന്റണി പുരസ്കാരം ലഭിച്ച വ്യക്തി ചോദിക്കുകയാണെങ്കിൽ കരിവള്ളൂർ മുരളിയാണ്. കരിവള്ളൂർ മുരളി നിലവിലെ കേരള സംഗീത നാടക അക്കാദമിയുടെ സെക്രട്ടറിയാണ് കരിവള്ളൂർ മുരളി. ഇനി മറ്റൊരു പുരസ്കാരമാണ് ടൂറിസം വകുപ്പിന്റെ 2024 നിശാഗന്ധി പുരസ്കാരം ലഭിച്ച വ്യക്തി ആരെന്നാണ്? ടൂറിസം വകുപ്പിന്റെ 2024 നിശാഗന്ധി പുരസ്കാരം ലഭിച്ച വ്യക്തി ചോദിച്ചു കഴിഞ്ഞാൽ ചിത്ര വിശ്വേശ്വരനാണ്. ചിത്ര വിശ്വേശ്വരൻ ഏതാണ് കലാരൂപം എന്ന് ചോദിച്ചാൽ ഏതാണ്? ഭരതനാട്യമാണ്. ഇന്ത്യയുടെ ദേശീയ നൃത്തം കൂടിയാണ് ഭരതനാട്യം. അപ്പോ ടൂറിസം വകുപ്പിന്റെ 2024 നിശാഗന്ധി പുരസ്കാരം ലഭിച്ച വ്യക്തി ചോദിച്ചു കഴിഞ്ഞാൽ ചിത്ര വിശ്വേശ്വരൻ. ഏതാണ് അവരുടെ നൃത്തരൂപം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? ഭരതനാട്യമാണ്. ഇനി ഇതാ നോക്കിക്കോളൂ, 5ാമത് രാജ്യാന്തര വനിതാ ചലച്ചിത്രമേളയ്ക്ക് വേദി എവിടെയെന്നാണ്? 5ാമത് രാജ്യാന്തര വനിതാ ചലച്ചിത്രമേളയ്ക്ക് വേദി എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊച്ചിയാണ്. ഈ ചലച്ചിത്രമേള ആര് ഉദ്ഘാടനം ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിനിമാ നടിയായ ഉർവശിയാണ് ഉദ്ഘാടനം ചെയ്തത്. ഉർവശിയാണ്. സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ അവരുടെ ഒരു പദ്ധതിയാണ് സമം പദ്ധതി. സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ ഒരു പദ്ധതിയാണ് സമം. അതിന് കീഴിലാണ് രാജ്യാന്തര വനിതാ ചലച്ചിത്രമേള എന്ത് ചെയ്യുന്നത്? നടക്കുന്നത്. അപ്പൊ 5ാമത് രാജ്യാന്തര വനിതാ ചലച്ചിത്രമേളയ്ക്ക് വേദി എവിടെയെന്ന് ചോദിച്ചാൽ എവിടെയാണ്? കൊച്ചിയാണ്. ഇത് ആര് ഉദ്ഘാടനം ചെയ്തു എന്ന് ചോദിച്ചാൽ മലയാള സിനിമാ നടിയായ ഉർവശിയാണ് ഇത് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്. അടുത്തൊരു പ്രധാന ഒരു ക്വസ്റ്റ്യൻ ആണ്. 2024 ഫെബ്രുവരി 12 ഇന്ത്യയിൽ ഏത് നവോത്ഥാന നായകന്റെ 200ാം ജന്മവാർഷികമാണ് ആചരിച്ചു എന്നാണ് ക്വസ്റ്റ്യൻ. ഇന്ത്യയില് 2024 ഫെബ്രുവരി മാസം 12 അപ്പൊ 1824 ഫെബ്രുവരി മാസം 12 തീയതിയാണ് ഇദ്ദേഹം ജനിച്ചിരിക്കുന്നത് അല്ലെ? ഇദ്ദേഹത്തിന്റെ 200ാമത് ജന്മവാർഷികമാണ് നമ്മൾ 2024 ഫെബ്രുവരി മാസം 12 നമ്മൾ ആചരിച്ചിരിക്കുന്നത്. ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? സ്വാമി ദയാനന്ദ സരസ്വതിയാണ് ആചരിച്ചത്. ആരുടെ എന്ന് ചോദിച്ചാൽ ആരാണ്? സ്വാമി ദയാനന്ദ സരസ്വതിയാണ് ആചരിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. 2024 ഒഡീഷയുടെ 4ാമത്തെ ജൈവ വൈവിധ്യ പൈതൃക കേന്ദ്രമായി ഒഡീഷ സർക്കാർ പ്രഖ്യാപിച്ച വനം ഏതെന്നാണ് ക്വസ്റ്റ്യൻ ഒരിക്കൽ കൂടി വായിക്കുന്നു. 2024 ഒഡീഷയുടെ 4ാമത്തെ ജൈവ വൈവിധ്യ പൈതൃക കേന്ദ്രമായി ഒഡീഷ സർക്കാർ പ്രഖ്യാപിച്ച വനം ഏതെന്ന് ചോദിച്ചാൽ ഗുപ്തേശ്വർ വനമാണ്. ഗുപ്തേശ്വർ വനം. നമ്മളോട് ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കുന്നത് ഗുപ്തേശ്വർ വനം ഏത് സ്റ്റേറ്റിൽ എന്നായിരിക്കും നമ്മളോട് ചോദിക്കുക. ഏത് സ്റ്റേറ്റിലാണ് ഗുപ്തേശ്വർ വനം? ഒഡീഷയിലാണ് ഗുപ്തേശ്വർ വനം കാണപ്പെടുന്നത്. ഒഡീഷയിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. കേന്ദ്ര സർക്കാരിന്റെ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് നിയമത്തിനെതിരെയും സെൻസസ് പ്രകാരമുള്ള അതിർത്തി നിർണയത്തിനെതിരെയും പ്രമേയം പാസാക്കിയ ആദ്യ സംസ്ഥാനം ഏതെന്നാണ് ക്വസ്റ്റ്യൻ ഒരിക്കൽ കൂടി വായിക്കുന്നു. കേന്ദ്ര സർക്കാരിന്റെ ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് നിയമത്തിനെതിരെയും സെൻസസ് പ്രകാരമുള്ള അതിർത്തി നിർണയത്തിനെതിരെയും പ്രമേയം പാസാക്കിയ
ആദ്യ സംസ്ഥാനം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യ സംസ്ഥാനം തമിഴ്നാടാണ് പാസാക്കിയ. ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതാണ്? തമിഴ്നാടാണ്. ഇനി ഒരു സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക ഫലമായിട്ട് പ്രഖ്യാപിച്ച ഫലം ഏതെന്നാണ്? അസം എന്ന് പറയുന്ന സംസ്ഥാനത്തിന്റെ സംസ്ഥാന ഫലമായി പ്രഖ്യാപിച്ച ഫലം ചോദിക്കുകയാണെങ്കിൽ കാജി നേമു ആണ്. ഏതാണ്? കാജി നേമു ആണ്. കാജി നേമു എന്ന് പറയുന്ന ഫലം ഒരു നാരങ്ങ പോലെ ഇരിക്കുന്ന ഒരു ഫലമാണ്. അപ്പൊ കാജി നേമു ഏത് സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക ഫലമായാണ് എന്ന് ചോദിച്ചാൽ ഏതാണ്? അത് അസമിൻ്റെതാണ്. മാറിപ്പോരുത്, അസമിൻ്റെതാണ്. ഇനി നോക്കിക്കോളൂ, അടുത്ത ക്വസ്റ്റ്യൻ. ഇനി ഒരു ഫെസ്റ്റിവൽ ആഘോഷിച്ചതാണ്. 2024 ഫെബ്രുവരിയിൽ ഫ്ലാഗി ഫെസ്റ്റിവൽ ആഘോഷിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ഒരിക്കൽ കൂടി പറയുന്നു. 2024 ഫെബ്രുവരിയിൽ ഫ്ലാഗി ഫെസ്റ്റിവൽ ആഘോഷിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? അത് ഹിമാചൽ പ്രദേശ് ആണ്. ആചരിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഹിമാചൽ പ്രദേശ് ആണ്. ഇനി ISROയുടെ ഒരു പ്രധാന ദൗത്യമാണ് ഭാരതത്തിന്റെ കാലാവസ്ഥ പ്രവചന ശേഷി വർദ്ധിപ്പിക്കുന്നതിന് കാലാവസ്ഥാ നിരീക്ഷണം കൂടുതൽ വിപുലമാക്കുന്നതിന് വേണ്ടി ISRO രൂപകൽപ്പന ചെയ്ത പുതിയ ഉപഗ്രഹം ഏതെന്നാണ് ക്വസ്റ്റ്യൻ. അല്ലെ, ഈ ശനിയാഴ്ച എന്ത് ചെയ്യാണ്? ഇത് വിക്ഷേപിക്കും എന്നാണ് ISRO പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ക്വസ്റ്റ്യൻ ഒരിക്കൽ കൂടി വായിക്കുന്നു. ഭാരതത്തിന്റെ കാലാവസ്ഥാ പ്രവചന ശേഷി വർദ്ധിപ്പിക്കുന്നതിനും കാലാവസ്ഥാ നിരീക്ഷണം കൂടുതൽ വിപുലമാക്കുന്നതിന് വേണ്ടി ISRO രൂപകൽപ്പന ചെയ്ത പുതിയ ഉപഗ്രഹം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻസാറ്റ് 3DS ആണ്. അല്ലെ, ഇൻസാറ്റ് 3DS എന്ന് പറയുന്നത് അതൊരു കാലാവസ്ഥാ നിരീക്ഷണ ഉപഗ്രഹമാണ് എന്നുള്ളതാണ് നമ്മളിവിടെ ഓർത്ത് വയ്ക്കേണ്ട പ്രധാന ഒരു കാര്യം. ഇതൊരു കാലാവസ്ഥാ നിരീക്ഷണ ഉപഗ്രഹം കൂടിയാണ്. ഇൻസാറ്റ് 3DS എന്ന് പറയുന്നത് ഒരു കാലാവസ്ഥാ നിരീക്ഷണ ഉപഗ്രഹമാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് നോക്കാം. 2024 ഫെബ്രുവരിയിൽ നാസ ആരംഭിച്ച സ്വകാര്യ ചാന്ദ്ര ദൗത്യം ഏതെന്നാണ്? 2024 ഫെബ്രുവരിയിൽ നാസ ആരംഭിച്ച സ്വകാര്യ ചാന്ദ്ര ദൗത്യം ചോദിക്കുകയാണെങ്കിൽ നോവാസി എന്നാണ് അത് പറയുന്നത്. ഏതാണ്? നോവാസി എന്നാണ്. അല്ലെ, നാസയുടെ മറ്റൊരു സ്വകാര്യ ചാന്ദ്ര ദൗത്യം ഉണ്ടായിരുന്നു, പെരിഗ്രീൻ എന്ന് പറയുന്നത്. അല്ലേ, പെരിഗ്രീൻ എന്ന് പറയുന്ന നാസയുടെ ഒരു ചാന്ദ്ര ദൗത്യം ഉണ്ടായിരുന്നു. അത് പരാജയപ്പെട്ടു പോയി. അപ്പൊ വീണ്ടും നാസ എന്ത് ചെയ്യാണ്? മറ്റൊരു ചാന്ദ്ര ദൗത്യം ആരംഭിക്കുകയാണ്. ഏതാണ് ചാന്ദ്ര ദൗത്യത്തിന്റെ പേരെന്ന് ചോദിച്ചാൽ ഏതാണ്? അത് നോവാസി എന്ന് പറയുന്നതാണ് ചാന്ദ്ര ദൗത്യത്തിന്റെ പേര്. നോവാസി എന്നുള്ളതാണ്. ഇനിതാ നോക്കിക്കോളൂ, മറ്റൊരു പ്രധാന ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയുടെ ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനമായ UPI സേവനങ്ങൾ ലഭ്യമാക്കുന്ന 2 രാജ്യങ്ങൾ ഏതൊക്കെയെന്നാണ്? അല്ലെ, PSC മുന്നേ UPIയുടെ ഫുൾ ഫോം ചോദിച്ചിട്ടുണ്ട്. യൂണിഫൈഡ് പേയ്മെന്റ്സ് ഇന്റർഫേസ് എന്ന് പറയുന്നതാണ് UPI. അപ്പൊ ആ UPI സേവനങ്ങൾ ലഭ്യമാകുന്ന 2 രാജ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് ശ്രീലങ്ക, മറ്റൊന്ന് മൗറീഷ്യസ് ആണ്. അല്ലെ, ശ്രീലങ്കയും മൗറീഷ്യസുമാണ് ഈ 2 ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനങ്ങൾ ലഭ്യമാക്കുന്ന 2 രാജ്യങ്ങൾ. അല്ലെ, എന്നാണ് UPI നിലവിൽ വന്നത്? 2016 ഏപ്രിൽ മാസം 11-ാം തീയതിയാണ് UPI നിലവിൽ വന്നത്. 2016 ഏപ്രിൽ മാസം 11-ാം തീയതിയാണ്. വേണമെങ്കിൽ അങ്ങനെയും നമ്മളോട് ഒരു ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാം? പ്രതീക്ഷിക്കാം. ഇനി UPIയുമായി ബന്ധപ്പെട്ട മറ്റൊരു ക്വസ്റ്റ്യൻ. ഇന്ത്യയുടെ UPI കാർഡിന് സമാനമായി UAEയുടെ സ്വന്തം ഡിജിറ്റൽ കാർഡ് പേയ്മെന്റ് സംവിധാനം ഏതെന്നാണ്? ഇന്ത്യയുടെ UPI കാർഡിന് സമാനമായിട്ട് UAEയുടെ സ്വന്തം ഡിജിറ്റൽ കാർഡ് പേയ്മെന്റ് സംവിധാനം അറിയപ്പെടുന്ന പേര് ജയ്വാൻ എന്ന പേരിലാണ് അറിയപ്പെടുന്ന. ഏതാണ്? ജയ്വാൻ. അപ്പൊ ജയ്വാൻ എന്ന് പറഞ്ഞ ഡിജിറ്റൽ കാർഡ് പേയ്മെന്റ് സംവിധാനം പുറത്തിറക്കിയ രാജ്യം ഏതാണ്? UAE ആണ്. അതും ഓർക്കുക, ജയ്വാൻ. പ്രത്യേകത എന്താ? ഇന്ത്യൻ UPI കാർഡിന് സമാനമായിട്ട് UAE പുറത്തിറക്കുന്ന ഡിജിറ്റൽ കാർഡ് പേയ്മെന്റ് ആണ് ജയ്വാൻ എന്ന് പറയുന്നത്. അതേ UAE ബന്ധപ്പെട്ട് നമുക്കൊരു 2 ക്വസ്റ്റ്യൻസ് കൂടി ഈ ആഴ്ച നോക്കാനുണ്ട്. അല്ലെ, 2024 അഹ്ലൻ മോദി പരിപാടി. അല്ലെ, 2024 അഹ്ലൻ മോദി പരിപാടിക്ക് വേദിയായ രാജ്യം ഏതെന്നാണ്? അഹ്ലൻ മോദി പരിപാടിക്ക് വേദിയായ രാജ്യം ചോദിച്ചു കഴിഞ്ഞാലും അതും ഏത് തന്നെയാണ്? UAE ആണ്. UAEയിലെ അബുദാബിയിലാണ് ഇത് നടന്നത്. UAEയിലെ അബുദാബിയിലാണ്. അബുദാബി. അപ്പൊ അഹ്ലൻ മോദി പരിപാടിക്ക് വേദിയായ രാജ്യം UAE എവിടെയാണ്? അബുദാബിയിലാണ് നടന്നത്. ഇനി UAEയിൽ നടന്ന മറ്റൊരു കാര്യമാണ് 2024 ലോക ഗവൺമെന്റ് ഉച്ചകോടിക്ക് വേദി എവിടെയെന്നാണ്? 2024 നടന്ന ലോക ഗവൺമെന്റ് ഉച്ചകോടിക്ക് വേദി എവിടെയാണ്? അതും UAE തന്നെയാണ്. അപ്പൊ അഹ്ലൻ മോദി പരിപാടി UAEയിൽ നടന്നിരിക്കുകയാണ്. ലോക ഗവൺമെന്റ് ഉച്ചകോടിക്ക് വേദി എവിടെയെന്ന് ചോദിച്ചാൽ UAEയിലാണ്. അതും എവിടെയാണ്? UAEയിലാണ് നടന്നത്. ഇനി ഒരു പ്ലേഗ് സംബന്ധിച്ച ഒരു വാർത്തയാണ്. 2024 ഫെബ്രുവരിയിൽ ബ്യൂബോണിക് പ്ലേഗ് സ്ഥിരീകരിച്ച രാജ്യം ഏതെന്നാണ് ക്വസ്റ്റ്യൻ.
2024 ഫെബ്രുവരിയിൽ ബ്യൂബോണിക് പ്ലേഗ് സ്ഥിരീകരിച്ച രാജ്യം ഏതാണ്? അമേരിക്കയാണ്. മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് പിടിപെടുന്ന ഒരു പ്ലേഗാണിത്, ബ്യൂബോണിക് പ്ലേഗ് എന്ന് പറയുന്നത്. ഇത് സ്ഥിരീകരിച്ച ഒരു രാജ്യം ഏതാണ്? അമേരിക്കയാണ്. അമേരിക്കയിലാണ് 2024 ഫെബ്രുവരിയിൽ എന്ത് സ്ഥിരീകരിക്കുന്നത്? ബ്യൂബോണിക് പ്ലേഗ് സ്ഥിരീകരിച്ച രാജ്യം ഏതെന്ന് ചോദിക്കും നമ്മളോട്. രാജ്യം അമേരിക്കയാണ്. ഇനി മറ്റൊരു പ്രധാന ക്വസ്റ്റ്യൻ ആണ്, 2024 ജപ്പാനെ മറികടന്ന ലോകത്തെ 3ാമത്തെ സാമ്പത്തിക ശക്തിയായി മാറിയ രാജ്യം ഏതെന്നാണ് ക്വസ്റ്റ്യൻ. 2024 ജപ്പാനെ മറികടന്ന് ലോകത്തെ 3ാമത്തെ സാമ്പത്തിക ശക്തിയായിട്ട് മാറിയ രാജ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ജർമ്മനിയാണ്. ലോകത്തെ 3ാമത്തെ സാമ്പത്തിക ശക്തിയായിട്ട് മാറിയ രാജ്യം ജർമ്മനിയാണ്. അപ്പോൾ ഇതൊന്ന് ഓർക്കുക. കാര്യം 3ാം സ്ഥാനം ഇപ്പോൾ ജർമ്മനിക്കായി, 2ാം സ്ഥാനം ചൈന തന്നെയാണ്, 1ാം സ്ഥാനം USA അമേരിക്കയാണ്. അപ്പോൾ ജപ്പാൻ 4ാം സ്ഥാനത്തിലോട്ട് ആര് വന്നു? ജപ്പാൻ വന്നു. ഇന്ത്യയുടെ സ്ഥാനം 5ആണ് ഇന്ത്യ. അപ്പൊ 2024 ജപ്പാനെ മറികടന്ന് ലോകത്തെ 3ാമത്തെ സാമ്പത്തിക ശക്തിയായിട്ട് മാറിയ രാജ്യം ഏതാണ്? ജർമ്മനിയാണ്. അപ്പൊ ജർമ്മനി 3 ആയപ്പോൾ ജപ്പാൻ 4ആയി. ഇന്ത്യയുടെ സ്ഥാനം, ലോക സാമ്പത്തിക ശക്തികൾ ഇന്ത്യയുടെ സ്ഥാനം എത്രാം സ്ഥാനമാണ്? നിലവിൽ 5ാം സ്ഥാനമാണ്. 1ാം സ്ഥാനം USA ആണ്. ഓക്കെ, ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ, പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് രാജിവെച്ച ഹംഗേറിയൻ പ്രസിഡന്റ് ആര് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് രാജിവെച്ച ഹംഗേറിയൻ പ്രസിഡന്റ് ചോദിക്കുകയാണെങ്കിൽ കാറ്റലിൻ നൊവാക്ക് ആണ്. അല്ലെ, കാറ്റലിൻ നൊവാക്ക് കുട്ടികളെ ലൈംഗികമായിട്ട് ദുരുപയോഗം ചെയ്ത ഒരു വ്യക്തിക്ക് മാപ്പ് നൽകിയതിനെ തുടർന്നാണ് പ്രതിപക്ഷ പ്രതിഷേധം അവിടെ നടന്നത്. അതിനെതിരെ രാജിവെച്ച ഹംഗേറിയൻ പ്രസിഡന്റ് ആരെന്ന് ചോദിക്കാനാണെങ്കിൽ ആരാണ്? കാറ്റലിൻ നൊവാക്കാണ് രാജിവെച്ചിരിക്കുന്നത്. അപ്പൊ കാറ്റലിൻ നൊവാക്ക് ഹംഗേറിയൻ പ്രസിഡന്റ് ആയിരുന്നു, രാജിവെച്ചു. പക്ഷേ ഫിൻലാൻഡിന്റെ പ്രസിഡന്റ് ആയിട്ട് ഒരു വ്യക്തി ഇവിടെ എന്ത് ചെയ്യാണ്? ചുമതല ഏറ്റിരിക്കുകയാണ്. 2024 ഫിൻലാൻഡിന്റെ പ്രസിഡന്റായി ചുമതലയേറ്റ വ്യക്തി ചോദിക്കുകയാണെങ്കിൽ അലക്സാണ്ടർ സ്റ്റബ്ബാണ്. അലക്സാണ്ടർ സ്റ്റബ്ബാണ് ഫിൻലാൻഡിന്റെ നിലവിലെ പ്രസിഡന്റായി ചുമതലയേറ്റു. അപ്പോൾ 2024 ഫിൻലാൻഡിന്റെ പ്രസിഡന്റായി ചുമതലയേറ്റ വ്യക്തി ചോദിക്കുകയാണെങ്കിൽ അലക്സാണ്ടർ സ്റ്റബ്ബും. ഹംഗേറിയൻ പ്രസിഡന്റ്, രാജിവെച്ച ഹംഗേറിയൻ പ്രസിഡന്റ് ചോദിക്കുകയാണെങ്കിൽ അത് കാറ്റലിൻ നൊവാക്കാണ്. അടുത്ത നമുക്ക് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ പുതിയ പ്രസിഡന്റ് ആരെന്നാണ് ക്വസ്റ്റ്യൻ. അല്ലെ, അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ പുതിയ പ്രസിഡന്റ് ചോദിക്കുകയാണെങ്കിൽ നവാഫ് സലാമാണ്. പുതിയ പ്രസിഡന്റായിട്ട് ചുമതലയേറ്റ വ്യക്തി നവാഫ് സലാമാണ്. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ പ്രസിഡന്റ് 3 വർഷത്തെ കാലാവധിയാണ്. 1945 അന്താരാഷ്ട്ര നീതിന്യായ കോടതി എവിടെയാണ്? ഹേഗിലാണ് ആസ്ഥാനം. 45 നിലയിൽ വന്നത്. ആസ്ഥാനം ഹേഗിലാണ്. 3 വർഷത്തെ കാലാവധിക്കാണ് നവാഫ് സലാം എന്ത് ചെയ്യുന്നത്? അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ പുതിയ പ്രസിഡന്റായി ചുമതലയേറ്റത്. അപ്പൊ അന്താരാഷ്ട്ര നീതിന്യായ കോടതി സ്ഥാപിതമാവുന്നത് 1945. ആസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ എവിടെയാണ്? അത് ഹേഗിലാണ് ആസ്ഥാനം. ഇനി നാ നോക്കിക്കോളൂ. ഇനി ഒരു 2 പ്രധാന കാര്യങ്ങളിലൊന്ന്, ബ്രിട്ടീഷ് അക്കാദമി ഫിലിം അവാർഡ്സിൽ പുരസ്കാര ചടങ്ങിൽ അതിഥിയായി ക്ഷണിക്കപ്പെട്ട വ്യക്തി ആരെന്നാണ്. അല്ലെ, ബാഫ്ത പുരസ്കാര ചടങ്ങ് 19 കൊടുക്കും എന്നാണ് അറിഞ്ഞിരിക്കുന്നത്. ബ്രിട്ടീഷ് ഫിലിം അക്കാദമിയാണ് ബാഫ്ത. ആ പുരസ്കാര ചടങ്ങിൽ അതിഥിയായി ക്ഷണിക്കപ്പെട്ട വ്യക്തി ചോദിക്കുകയാണെങ്കിൽ ഒരു ഇന്ത്യൻ സിനിമാ നടിയായ ദീപിക പദുക്കോണാണ്. ക്ഷണിക്കപ്പെട്ട വ്യക്തി ആരാണ്? ദീപിക പദുക്കോണാണ്. ഇനി ഒരു ദിവസം നോക്കിക്കോളൂ. 18 വയസ്സിനും 35 വയസ്സിനും ഇടയിൽ പ്രായമുള്ള മുഴുവൻ പുരുഷന്മാരും 18 വയസ്സിനും 27 വയസ്സിനും ഇടയിൽ പ്രായമുള്ള മുഴുവൻ സ്ത്രീകളും നിർബന്ധിത സൈനിക സേവനത്തിന് അംഗീകാരം നൽകുന്ന രാജ്യം ഏതെന്നാണ് ക്വസ്റ്റ്യൻ. അവർക്ക് ഈ അംഗീകാരം 2016 പുറപ്പെടുവിച്ചതാണ്. പക്ഷേ ഇതെന്ത് ചെയ്യാണ്? നിർബന്ധമാക്കാൻ പോവുകയാണ്. ഏതാണ് രാജ്യമെന്ന് ചോദിച്ചാൽ മ്യാൻമാർ ആണ് രാജ്യം. ക്വസ്റ്റ്യൻ ഒരിക്കൽ കൂടി വായിക്കാം. 18 വയസ്സിനും 35 വയസ്സിനും ഇടയിൽ പ്രായമുള്ള മുഴുവൻ പുരുഷന്മാരും 18 വയസ്സിനും 27 വയസ്സിനും ഇടയിൽ പ്രായമുള്ള മുഴുവൻ സ്ത്രീകളും നിർബന്ധിത സൈനിക സേവനത്തിന് അംഗീകാരം നൽകുന്ന രാജ്യം ഏതാണ്? മ്യാൻമാർ ആണ്. രാജ്യം ഏതാണ്? മ്യാൻമാർ ആണ്. ഇനി നമുക്ക് ഈ ആഴ്ചയിലെ പ്രധാന ദിനം ഏതെന്നാണ് നോക്കാം. അല്ലെ, ഫെബ്രുവരി 13 അല്ലെ, ദേശീയ വനിതാ ദിനമാണ് നമ്മൾ ആചരിക്കുന്നത്. ഫെബ്രുവരി 13 എന്ത് ദിനമായിട്ട് ആചരിക്കുകയാണ്? ദേശീയ വനിതാ ദിനമായിട്ട് ആചരിക്കുകയാണ്. അല്ലെ, സരോജിനി നായിഡു, അല്ലെ, ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്ന സരോജിനി നായിഡുവിന്റെ ജന്മദിനമാണ് നമ്മൾ എന്ത് ദിനമായിട്ട് ആചരിക്കുന്നത്? ദേശീയ വനിതാ ദിനം. ഇവിടെ മാറിപ്പോരുത്. ലോക വനിതാ ദിനം ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് മാർച്ച് 8.
ദേശീയ വനിതാ ദിനം ചോദിക്കുകയാണെങ്കിൽ ഫെബ്രുവരി മാസം 13-ാം തീയതിയാണ് ദേശീയ വനിതാ ദിനം. ആരുടെ ജന്മദിനമാണ്? സരോജിനി നായിഡു അല്ലെ. 1879 ഫെബ്രുവരി മാസം 13-ാം തീയതിയാണ് സരോജിനി നായിഡു ജനിക്കുന്നത്. ആ സരോജിനി നായിഡുവിന്റെ ജന്മദിനമാണ് നമ്മൾ എന്ത് ദിനമായിട്ട് ആചരിക്കുന്നു? ദേശീയ വനിതാ ദിനമായിട്ട് ആചരിക്കുന്നു. PSC അല്ലാണ്ടൊക്കെ സരോജിനി നായിഡു ക്വസ്റ്റ്യൻ ഒക്കെ വരാണ്ട് അല്ലെ. INCയുടെ പ്രസിഡന്റ് ആകുന്ന ആദ്യ ഇന്ത്യൻ വനിതയും കൂടിയാണ് ആര്? സരോജിനി നായിഡു എന്ന് പറയുന്നത്. അപ്പൊ എന്നാണ് ദേശീയ വനിതാ ദിനം? മറക്കണ്ട, ഫെബ്രുവരി മാസം 13. ആരുടെ ജന്മദിനം? അത് സരോജിനി നായിഡുവിന്റെ ജന്മദിനമാണ് നമ്മൾ ദേശീയ വനിതാ ദിനമായിട്ട് ആചരിക്കുന്നത്. ഇനി നമുക്ക് ഈ ആഴ്ചയിലെ പ്രധാന വിയോഗങ്ങളാണ്. 2024 ഫെബ്രുവരിയിൽ അന്തരിച്ച നർത്തകിയും ഭാരതീയ നൃത്ത കലാലയം ഡയറക്ടറുമായ വ്യക്തി ആരെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ക്വസ്റ്റ്യൻ ഒരിക്കൽ കൂടി വായിക്കുന്നു. 2024 ഫെബ്രുവരിയിൽ അന്തരിച്ച നർത്തകിയും ഭാരതീയ നൃത്ത കലാലയം ഡയറക്ടറുമായിട്ടുള്ള വ്യക്തിയെ ചോദിക്കുകയാണെങ്കിൽ ഭവാനി ഷെല്ലപ്പനാണ്. ഭവാനി ഷെല്ലപ്പൻ ഏത് നൃത്തരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഭവാനി ഭരതനാട്യം. ഏതാണ് നൃത്തരൂപം? ഭരതനാട്യമാണ്. ഇനി മറ്റൊരു വിയോഗമാണ്. 2024 ഫെബ്രുവരിയിൽ അന്തരിച്ച വിഖ്യാത ചിത്രകാരനും ശില്പിയുമായ വ്യക്തി ആരെന്നാണ്? ആരാണ്? എ രാമചന്ദ്രനാണ് വ്യക്തി. എ രാമചന്ദ്രൻ. നമ്മളോട് ചോദിക്കാം, എ രാമചന്ദ്രൻ താഴെ തന്നിരിക്കുന്നവയിൽ ഏത് കലാരൂപം അല്ലെങ്കിൽ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ അദ്ദേഹം ശില്പിയുമാണ്, ചിത്രകാരനുമാണ് എ രാമചന്ദ്രൻ. ഇനി മറ്റ് 2-3 പ്രധാന വിയോഗങ്ങളാണ്. 2024 ഫെബ്രുവരിയിൽ അന്തരിച്ച മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ ആരെന്നാണ്? 2024 ഫെബ്രുവരിയിൽ അന്തരിച്ച മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ടെസ്റ്റ് ക്യാപ്റ്റൻ ആയിരുന്ന ഒരു വ്യക്തിയാണ് ദത്താജി റാവു ഗെയ്ക്വാദ്. ദത്താജി റാവു ഗെയ്ക്വാദിന് ഒരു ഒരു റെക്കോർഡും കൂടി ഉണ്ടായിരുന്നു. 2016 അദ്ദേഹം 2016 ജീവിച്ചിരിക്കെ ഏറ്റവും പ്രായം കൂടിയ ഇന്ത്യൻ കളിക്കാരൻ എന്ന റെക്കോർഡും കൂടി നേടിയ വ്യക്തിയാണ് ദത്താജി റാവു ഗെയ്ക്വാദ് അല്ലെ. അദ്ദേഹം ആഭ്യന്തര ക്രിക്കറ്റിൽ 249 റൺസ് നേടിയ ടെസ്റ്റിൽ നേടിയ ഒരു വ്യക്തിയും കൂടിയാണ് ദത്താജി റാവു ഗെയ്ക്വാദ്. അദ്ദേഹം അന്തരിച്ചിരിക്കുകയാണ്. അപ്പൊ ദത്താജി റാവു ഗെയ്ക്വാദ് ഏതാണ് കായിക ഇനം എന്ന് ചോദിച്ചാൽ ഏതാണ്? ക്രിക്കറ്റ് ആണ് അദ്ദേഹത്തിന്റെ കായിക ഇനം. ഓക്കെ. മറ്റൊരു വിയോഗം. 2024 ഫെബ്രുവരിയിൽ അന്തരിച്ച പ്രശസ്ത കർണാടക സംഗീതജ്ഞൻ ആരെന്നാണ് ക്വസ്റ്റ്യൻ. അത് ഉമയനെല്ലൂർ എസ് വിക്രമൻ നായരാണ്. അപ്പൊ 2024 ഫെബ്രുവരിയിൽ അന്തരിച്ച പ്രശസ്ത കർണാടക സംഗീതജ്ഞൻ ചോദിക്കുകയാണെങ്കിൽ ഉമയനെല്ലൂർ എസ് വിക്രമൻ നായരാണ്. അന്തരിച്ചിരിക്കുന്ന ആരാണ്? ഉമയനെല്ലൂർ എസ് വിക്രമൻ നായരാണ്. ഇനി മറ്റൊരു പ്രധാന ഒരു വിയോഗമാണ്. 2024 ഫെബ്രുവരിയിൽ വാഹന അപകടത്തിൽ അന്തരിച്ച മാരത്തൺ ലോക റെക്കോർഡ് ഉടമ ആണ്. 2024 ഫെബ്രുവരിയിൽ വാഹന അപകടത്തിൽ അന്തരിച്ച മാരത്തൺ ഓട്ടം, അത്ലറ്റിക്കുമായി ബന്ധപ്പെട്ടതാണ് മാരത്തൺ ഓട്ടം അല്ലെ. ലോക റെക്കോർഡ് ഉടമ ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ കെൽവിൻ കിപ്തമാണ്. കെൽവിൻ കിപ്തം കെനിയക്കാരനാണ്. 2023 ഒക്ടോബറിൽ നടന്ന 2023 നമ്മളിത് ചർച്ച ചെയ്ത ഒരു കാര്യം കൂടിയാണ്. ഒക്ടോബറിൽ നടന്ന ചിക്കാഗോ മാരത്തോൺ മത്സരത്തിലെ ഇദ്ദേഹം 1ാം സ്ഥാനം, അവിടെയാണ് അദ്ദേഹം ലോക റെക്കോർഡ് നേടുന്നത്. ചിക്കാഗോ മാരത്തൺ അതില് ലോക റെക്കോർഡ് നേടിയ ഒരു വ്യക്തിയാണ് കെൽവിൻ കിപ്തം എന്ന് പറഞ്ഞത്. അദ്ദേഹം 2024 ഫെബ്രുവരിയിൽ അദ്ദേഹത്തിന്റെ കോച്ചും അവിടെ കെനിയയില് ഒരു മാരത്തോണുമായി ബന്ധപ്പെട്ട് ഒരു സ്റ്റേഡിയം അങ്ങോട്ട് പോവുകയായിരുന്നു. വാഹന അപകടത്തിൽ അദ്ദേഹം അന്തരിക്കുകയാണ്. അപ്പൊ കെൽവിൻ കിപ്തം ഏത് രാജ്യം എന്ന് ചോദിക്കാൻ വേണമെങ്കിൽ ഏതാണ്? കെനിയനാണ്. ഏത് മേഖല? അദ്ദേഹം അത്ലറ്റിക് ആണ്. നമുക്കിനി ഈ ആഴ്ചയിലെ പ്രധാന കായികം ഏതൊക്കെയെന്നാണ്. അതിലൊന്ന് അണ്ടർ-19 പുരുഷ ക്രിക്കറ്റ് ലോകകപ്പ് 2024 അല്ലെ. അങ്ങനെ അണ്ടർ-19 പുരുഷ ക്രിക്കറ്റ് ലോകകപ്പ് 2024 വിജയി ആര് തന്നെയാണ്? ഓസ്ട്രേലിയ നേടുകയാണ്. അപ്പൊ അണ്ടർ-19 പുരുഷ ക്രിക്കറ്റ് ലോകകപ്പ് 2024 ലഭിച്ചതുകൂടി ടെസ്റ്റ്, ഇനി അതിനുശേഷം ഇതെല്ലാം ആര് കൊണ്ടുപോയി? ഓസ്ട്രേലിയ കൊണ്ടുപോയി. റണ്ണറപ്പ് അവിടെയും ഇവിടെയും എല്ലാം ആര് തന്നെയായിരുന്നു? ഇന്ത്യയായിരുന്നു റണ്ണറപ്പ് അല്ലെ. അപ്പൊ അണ്ടർ-19 പുരുഷ ക്രിക്കറ്റ് ലോകകപ്പ് 2024 വിജയി ചോദിക്കുകയാണെങ്കിൽ ഓസ്ട്രേലിയയാണ്. റണ്ണറപ്പ് ആയിരുന്നത് ആര് തന്നെയാണ്? ഇന്ത്യയാണ്. എവിടെയായിരുന്നു അണ്ടർ-19 പുരുഷൻ ലോകകപ്പ് വേദി ചോദിക്കുകയാണെങ്കിൽ ഇപ്രാവശ്യം ദക്ഷിണാഫ്രിക്കയിലാണ് വേദി. ശ്രീലങ്കയിൽ വെച്ച് നടക്കാനിരുന്നതായിരുന്നു, എങ്ങോട്ട് മാറ്റി? ദക്ഷിണാഫ്രിക്കയിലോട്ട് മാറ്റിയതാണ്. അപ്പൊ എന്ത് ചെയ്യാം? അണ്ടർ-19 പുരുഷ ക്രിക്കറ്റ് ലോകകപ്പ് 2024 വേദി ചോദിക്കുകയാണെങ്കിൽ എവിടെയാണ്? ദക്ഷിണാഫ്രിക്കയാണ്. ഇനി മറ്റൊരു പ്രധാന ഒരു ക്വസ്റ്റ്യൻ ആണ്. അന്താരാഷ്ട്ര T20 ക്രിക്കറ്റിൽ രോഹിത് ശർമ്മയുടെ സെഞ്ചുറിക്കൊപ്പം എത്തിയ താരം ആരെന്നാണ് ക്വസ്റ്റ്യൻ.
അന്താരാഷ്ട്ര T20 ക്രിക്കറ്റിൽ രോഹിത് ശർമ്മയുടെ സെഞ്ചുറിക്കൊപ്പം എത്തിയ താരമാണ് ഗ്ലെൻ മാക്സ്വെൽ അല്ലേ. ഓസ്ട്രേലിയൻ കളിക്കാരനായ ഗ്ലെൻ മാക്സ്വെൽ ആണ് 5 സെഞ്ചുറി നേടുന്നു. അപ്പോൾ രോഹിത് ശർമ്മ, ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റനായിട്ടുള്ള രോഹിത് ശർമ്മയുടെ റെക്കോർഡിനൊപ്പം എത്തിയ വ്യക്തി ചോദിക്കുകയാണെങ്കിൽ ആരാണ്? ഗ്ലെൻ മാക്സ്വെൽ ആണ്. അപ്പൊ അന്താരാഷ്ട്ര T20 ക്രിക്കറ്റിൽ രോഹിത് ശർമ്മയുടെ സെഞ്ചുറിക്കൊപ്പം എത്തിയ താരമാരാണ്? അത് ഗ്ലെൻ മാക്സ്വെൽ ആണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ, ഒരു റാങ്കിങ് ആണ്. ICC ഓൾറൗണ്ടർമാരുടെ ഏകദിന റാങ്കിങ്ങിൽ 1-ാം സ്ഥാനം നേടിയ വ്യക്തി ആരെന്നാണ്? ICC ഓൾറൗണ്ടർമാരുടെ ഏകദിന റാങ്കിങ്ങിൽ 1-ാം സ്ഥാനം നേടിയ വ്യക്തി മുഹമ്മദ് നബിയാണ്. മുഹമ്മദ് നബി അഫ്ഗാൻ ക്രിക്കറ്ററാണ് മുഹമ്മദ് നബി. അതോടൊപ്പം തന്നെ ഇന്നലെ ഒരു റാങ്ക് വന്നായിരുന്നു. ICC ബൗളർമാരുടെ 1-ാം റാങ്ക്, ക്രിക്കറ്റിൽ ബൗളർമാരുടെ 1-ാം റാങ്കിൽ അത് കേശവ് മഹാരാജ് ആണ്. 1-ാം റാങ്ക് നേടിയത് കേശവ് മഹാരാജ് ആണ്. കേശവ് മഹാരാജ് ഒരു ഇന്ത്യൻ പേരെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇന്ത്യൻ പേര് തന്നെയാണ്, പക്ഷെ അദ്ദേഹത്തിന്റെ രാജ്യം ഏതാണ്? അദ്ദേഹം സൗത്ത് ആഫ്രിക്കക്കാരനാണ്. അപ്പൊ കേശവ് മഹാരാജാണ്. ഏത് രാജ്യമെന്ന് ചോദിച്ചാൽ ഏത് രാജ്യമാണ്? സൗത്ത് ആഫ്രിക്കയാണ്. ഇവിടെ ICC ഓൾറൗണ്ടർമാരുടെ ഏകദിന റാങ്കിങ്ങിൽ 1-ാം സ്ഥാനത്തെത്തിയ വ്യക്തി ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? അത് മുഹമ്മദ് നബിയാണ്. ഇനി ICC ബോളിംഗ് റാങ്കിങ്ങിൽ 1-ാം സ്ഥാനം എത്തിയിരിക്കുന്ന ആരാണ്? അത് കേശവ് മഹാരാജാണ്. സോ ടെസ്റ്റ് ക്രിക്കറ്റിൽ 1-ാം സ്ഥാനം ഇപ്പോഴും ബുംറയ്ക്ക് തന്നെയാണ് 1-ാം സ്ഥാനം. ഇനി ഇതാ നോക്കിക്കോളൂ, മറ്റൊരു റെക്കോർഡാണ്. ഏകദിന ക്രിക്കറ്റിൽ ഡബിൾ സെഞ്ചുറി നേടുന്ന ആദ്യ ശ്രീലങ്കൻ താരം ആരെന്നാണ് ക്വസ്റ്റ്യൻ. ഏകദിന ക്രിക്കറ്റിൽ ഡബിൾ സെഞ്ചുറി നേടിയ ആദ്യ ശ്രീലങ്കൻ താരമാണ് പാത്തും നിസാങ്ക എന്ന് പറയുന്ന വ്യക്തിയാണ്. പാത്തും നിസാങ്ക അങ്ങനെ ഡബിൾ സെഞ്ചുറി നേടുകയാണ്. ഡബിൾ സെഞ്ചുറി നേടുന്ന 10-ാമത്തെ വ്യക്തിയും കൂടിയാണ് പാത്തും നിസാങ്ക. 6-ാമത്തെ ഏഷ്യൻകാരൻ കൂടിയാണ് പാത്തും നിസാങ്ക. ശ്രീലങ്കൻ പ്ലെയർ ആണ്, അപ്പൊ ഏഷ്യൻ താരമാണ്. ഏകദിന ക്രിക്കറ്റ് ചരിത്രത്തിൽ ഡബിൾ സെഞ്ചുറി നേടുന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ നമുക്കറിയാം സച്ചിൻ ടെണ്ടുൽക്കർ ആണ് അല്ലേ. സച്ചിൻ ടെണ്ടുൽക്കർ നേടി, പിന്നീട് വീരേന്ദ്ര സേവാഗ് നേടുകയാണ്, പിന്നെ രോഹിത് ശർമ്മ നേടുകയാണ്, ഇഷാന്ത് കിഷൻ നേടുകയാണ്, അതിനുശേഷം ശുഭ്മാൻ ഗില്ല് നേടുകയാണ്. അങ്ങനെ ഈ 5 ഇന്ത്യക്കാർക്ക് കിട്ടി. പിന്നെ മറ്റൊരു ഏഷ്യക്കാരൻ നേടിയിരിക്കുകയാണ് പാത്തും നിസാങ്ക ചോദിച്ചു കഴിഞ്ഞാൽ ഏത് രാജ്യമാണ്? അദ്ദേഹം ശ്രീലങ്കയാണ്. ഇനി നോക്കിക്കോളൂ, മറ്റൊരു ജേതാക്കളാണ്. 2023 ആഫ്രിക്കൻ നേഷൻ കപ്പ് ഫൈനൽ ജേതാക്കൾ. 2023 ആഫ്രിക്കൻ നേഷൻ കപ്പ് 2024 ഫെബ്രുവരിയിലാണ് കഴിഞ്ഞത്. അപ്പൊ 2023 ആഫ്രിക്കൻ നേഷൻ കപ്പ് ജേതാക്കൾ ചോദിച്ചു കഴിഞ്ഞാൽ ഐവറി കോസ്റ്റ് തന്നെയാണ് ജേതാക്കൾ. ഫൈനലിൽ നൈജീരിയയാണ് അവർ പരാജയപ്പെടുത്തിയത്. നൈജീരിയ. എവിടെയായിരുന്നു 2023 ആഫ്രിക്കൻ നേഷൻ കപ്പ് വേദി ചോദിച്ചു കഴിഞ്ഞാലും എവിടെയാണ്? ഐവറി കോസ്റ്റ് തന്നെയാണ് വേദി. ഏത് രാജ്യത്തായിരുന്നു? ഐവറി കോസ്റ്റ് ആണ്. അപ്പൊ 2023 ആഫ്രിക്കൻ നേഷൻ കപ്പ് ജേതാക്കൾ ചോദിക്കുകയാണെങ്കിൽ ഐവറി കോസ്റ്റ്, വേദി ഐവറി കോസ്റ്റ്. ഫൈനലിൽ ആരെ തോപ്പിച്ചു? നൈജീരിയയെ തോപ്പിക്കുകയാണ്. ഇനി ഒരു ഭാഗ്യ ചിഹ്നമാണ്. 4ാമത് ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസ് 2024 ഭാഗ്യ ചിഹ്നം പുറത്തിറങ്ങി അല്ലെ. 4ാമത് ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസ് 2024 ഭാഗ്യ ചിഹ്നം അഷ്ടലക്ഷ്മി എന്ന് പറയുന്ന ഒരു ചിത്രശലഭമാണ്. അഷ്ടലക്ഷ്മി എന്ന് പറയുന്ന ചിത്രശലഭം. ഇവിടെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, 4ാമത് ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസ് 2024 വേദി എവിടെയാണ്? അത് അസമിലെ ഗുവാഹത്തിയാണ് വേദി. ഇനി 2023 എവിടെയായിരുന്നു വേദി? 23 അത് ഉത്തർപ്രദേശാണ് വേദി. അവിടെ വിജയി ആരായിരുന്നു? പഞ്ചാബ് ആണ്. ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി 2023 വിജയി പഞ്ചാബ്, വേദി ഉത്തർപ്രദേശ് ആയിരുന്നു. 4ാമത് ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസ് 2024 ഭാഗ്യ ചിഹ്നം പുറത്തിറങ്ങി. എന്താണ്? അഷ്ടലക്ഷ്മി എന്ന് പറയുന്ന ഒരു ചിത്രശലഭമാണ്. വേദി എവിടെയെന്ന് ചോദിക്കുകയാണെങ്കിൽ 24 വേദി എവിടെയാണ്? അസമിലെ ഗുവാഹത്തിയാണ്. ഇനി നോക്കിക്കോളൂ, AFC ഏഷ്യൻ കപ്പാണ് അല്ലെ. ഏഷ്യൻ ഫുട്ബോൾ കോൺഫെഡറേഷൻ കപ്പ് 2023 അതിൽ 2024 നടന്നിരിക്കുകയാണ്. 23 ജേതാക്കൾ ചോദിക്കുകയാണെങ്കിൽ ആരാണ്? ഖത്തറാണ് ജേതാക്കൾ. ഖത്തറാണ് അല്ലെ. ഖത്തറിൽ വച്ച് തന്നെയാണ് AFC ഏഷ്യൻ കപ്പ് നടന്നത്. ജേതാക്കൾ ഖത്തറാണ്. ഫൈനലിൽ അവരാരെ പരാജയപ്പെടുത്തി? ഫൈനലിൽ അവർ ജോർദാനെ പരാജയപ്പെടുത്തിയാണ് അവർ വിജയികളായിരിക്കുന്നത്. അപ്പൊ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഏകദേശം നിങ്ങൾ ക്ലിയർ ആയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമുക്ക് കഴിഞ്ഞ ആഴ്ചയിലെ 5 ക്വസ്റ്റ്യൻസ് നന്നായിരുന്നു.
ഏകദേശം പേരും അത് ആൻസർ ചെയ്തിട്ടുണ്ട്. ആൻസർ ചെയ്തിരിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ്. സോ നമുക്കപ്പോൾ നോക്കാം ക്വസ്റ്റ്യൻസും ആൻസറും. 2023 മികച്ച കായിക താരത്തിനുള്ള ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ പുരസ്കാരം ലഭിച്ച കായിക താരമായിരുന്നായിരുന്നു ക്വസ്റ്റ്യൻ അല്ലെ. ആരാണ്? എം ശ്രീശങ്കർ ആണ്. ലഭിച്ച വ്യക്തി ആരാണ്? എം ശ്രീശങ്കർ ആണ് അല്ലെ. രണ്ടാമത് വന്നത് യുനിസെഫിന്റെ യൂത്ത് കണ്ടന്റ് ക്രിയേറ്ററായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി വിദ്യാർത്ഥി. തിരുവനന്തപുരം സ്കൂളിലെ മലയാളി വിദ്യാർത്ഥിയായ എസ് ഉമയാണ്. എസ് ഉമ യുനിസെഫിന്റെ യൂത്ത് കണ്ടന്റ് ക്രിയേറ്ററായി തിരഞ്ഞെടുത്തത്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ 2023 ടൈം മാഗസിന്റെ അത്ലറ്റ് ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയ വ്യക്തി ആരെന്നാണ്. 2023 ടൈം മാഗസിന്റെ അത്ലറ്റ് ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയതാരാണ്? ലയണൽ മെസ്സിയാണ്. അർജന്റീനൻ പ്ലെയറായ ലയണൽ മെസ്സിയാണ് പുരസ്കാരം നേടിയത്. ഇനി നാലാമത് കേന്ദ്ര സർക്കാരിന്റെ കണക്കു പ്രകാരം സർക്കാർ സ്കൂളുകളിലെ ഇന്റർനെറ്റ് സൗകര്യങ്ങളുടെ ലഭ്യതയിൽ 1ാം സ്ഥാനം നേടിയ സംസ്ഥാനം ഏതാണ്? കേരളം തന്നെയാണ് സംസ്ഥാനം, കേരളം. ഇനി അഞ്ചാമത് തന്നിരുന്നൊരു ക്വസ്റ്റ്യൻ 2023 ലതാ മങ്കേഷ്കർ പുരസ്കാരം നേടിയ പിന്നണി ഗായകൻ ആരെന്നായിരുന്നു ക്വസ്റ്റ്യൻ. അത് സുരേഷ് വാഡ്കർ ആണ്. അപ്പൊ 2023 ലതാ മങ്കേഷ്കർ പുരസ്കാരം നേടിയ പിന്നണി ഗായകൻ ആരാണ്? അത് സുരേഷ് വാഡ്കർ ആണ് പിന്നണി ഗായകൻ. അപ്പൊ നമുക്ക് ഈ ആഴ്ചയിൽ ഒരു 5 ക്വസ്റ്റ്യൻ തന്നിരിക്കുകയാണ്. 53ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിലെ മികച്ച നടൻ ആരെന്നാണ് ക്വസ്റ്റ്യൻ. 53ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിലെ മികച്ച നടൻ. രണ്ടാമത് 37ാമത് ദേശീയ ഗെയിംസിന്റെ വേദിയായിരുന്നത്. 37ാമത് ദേശീയ ഗെയിംസിന്റെ വേദി. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ മഹാരാഷ്ട്രയിലെ അഹമ്മദ് നഗറിന്റെ പുതിയ പേര് എന്തെന്നാണ്. മഹാരാഷ്ട്രയിലെ അഹമ്മദ് നഗറിന്റെ പുതിയ പേര്. 4 കേന്ദ്ര സർക്കാർ ആരംഭിക്കുന്ന പുതിയ ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനം ഏത് പേരിലെന്നാണ്. കേന്ദ്ര സർക്കാർ ആരംഭിക്കുന്ന പുതിയ ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനം അറിയപ്പെടുന്ന പേര്. ഇനി അഞ്ചാമത്തെ ഒരു ക്വസ്റ്റ്യൻ ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ അമ്മമാർക്ക് സൗജന്യമായി ഈ ഓട്ടോ നൽകുന്ന പദ്ധതി. സൗജന്യമായിട്ട് ഈ ഓട്ടോ നൽകുന്ന പദ്ധതി ഏതെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ അറിയാന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക? ആൻസർ ചെയ്യുക. അപ്പൊ നമുക്ക് അടുത്ത ആഴ്ച മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം. അപ്പൊ അതുവരേക്കും എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.